തിരുവനന്തപുരം വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സിൽ പോലീസുകാരൻ സഹപ്രവർത്തകനെ കുത്തി പരിക്കേൽപ്പിച്ചു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CPO അൻസാറിനാണ് കുത്തേറ്റത്. പ്രതിയായ AR ക്യാമ്പിലെ പോലീസുകാരൻ അനീഷിനെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ അഷിൻ ഡിയാഗോ നമുക്കൊപ്പമുണ്ട്. അഷിൻ, എന്തിനാണ് ഇവർ പരസ്പരം ഏറ്റുമുട്ടിയത്? എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റ പോലീസുകാരന്റെ ആരോഗ്യസ്ഥിതി കൂടി പറയും. ഷിഹാസ്, അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കുത്തേറ്റിട്ടുള്ളത്. വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സിലാണ് സംഭവം. ഈ കുത്തേറ്റയാളും ആക്രമിച്ച പോലീസുകാരനും അയൽവാസികളാണ്. അയൽവാസികളായ പോലീസുകാരന്റെ വീട്ടിലെ കുടുംബ വഴക്ക് പരിഹരിക്കാൻ എത്തിയതാണ് ഈ കുത്തേറ്റ പോലീസുകാരൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CPO മ്യൂസിയം സ്റ്റേഷനിലെ CPO അൻസറിനാണ് ഇത്തരത്തിൽ കുത്തേറ്റിട്ടുള്ളത്. അൻസറിന്റെ ചെവിയുടെ ഭാഗത്താണ് കുത്തേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എയർ ക്യാമ്പിലെ പോലീസുകാരൻ അനീഷാണ് അൻസറിനെ കുത്തിയിട്ടുള്ളത്. ഈ അനീഷ് മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനീഷിനെ നിലവിൽ ഇപ്പോൾ ഏതായാലും മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരിക്ക് ഗുരുതരമല്ല, പക്ഷേ എന്നാലും ചെവിക്ക് പിന്നിലാണ് കുത്തേറ്റിട്ടുള്ളത്. ഈ ചെറിയ പേന കത്തി പോലുള്ള സംഭവം വെച്ചാണ് കുത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തത്. എന്തായാലും വിശദമായി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് അക്രമ കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അയൽവാസിയായ പോലീസുകാരന്റെ വീട്ടിലെ കുടുംബ വഴക്ക് അത് പരിഹരിക്കാൻ വേണ്ടി എത്തിയതാണ്. തുടർന്ന് ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തിനിടയിലാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷിഹാസ്, ശരി, അഷിനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വികാസ് ഭവനിലാണ് ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചത്.